ഓ നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സ്വാമി ശ്രദ്ധാനന്ദ. നിത്യാനന്ദ മഹായോഗിയുടെ ശിഷ്യരിൽ ഒരാളാണ് സ്വാമി ശ്രദ്ധാനന്ദ. ഒരിക്കൽ അദ്ദേഹം ശ്രീ മാധവ ദീക്ഷിതിന്റെ മാംഗ്ലൂർ വസതിയിൽ ഭജനയിൽ പങ്കെടുത്തു. പിന്നീട് ഡോക്ടർ ഗാധിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളോടൊപ്പം ഭഗവാൻ സത്യസായി ബാബയെ ദർശിക്കണമെന്ന് എൻ്റെ ഗുരുനാഥന്റെ കൽപ്പനയുണ്ട്. ഡോക്ടർ ഗാധിയ സസന്തോഷം സമ്മതിച്ചു. താമസിയാതെ അവർ ഭഗവത് ദർശനത്തിനെത്തി. ബാബ ഡോക്ടർ ഗാധിയയുടെ നേർക്ക് നടന്നു ചെന്ന് തിരക്കി, സ്വാമി ശ്രദ്ധാനന്ദയെ കൊണ്ടുവന്നിട്ടുണ്ടോ? തൊഴുകയോടെ ഗാധിയ പറഞ്ഞു, ഊ സ്വാമി, അദ്ദേഹം ആഗ്രഹിച്ച പ്രകാരം ഞാൻ കൊണ്ടുവന്നു. സ്വാമി ശ്രദ്ധാനന്ദ സ്വാമിയെ അഭിമുഖത്തിന് വിളിച്ചു. സംസാരത്തിനിടയിൽ ഭഗവാൻ തൃക്കരം ചുഴറ്റാൻ തുടങ്ങി. എല്ലാവരും അത് കണ്ട് ശ്വാസം അടക്കി പിടിച്ചു. ശ്രദ്ധാനന്ദ പിടഞ്ഞെഴുന്നേറ്റ് തൃക്കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി, ഞാനിവിടെ വന്ന് ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും പെപ്പർമെന്റ് നേടി തൃപ്തിയാകാനല്ല, ലൗകിക ലോകത്തിനപ്പുറമുള്ള എന്തെങ്കിലുമാണ് എനിക്ക് വേണ്ടത്. പ്രേമനിർഭരമായ പുഞ്ചിരിയോടെ തെല്ലുപോലും ദേഷ്യമില്ലാതെ സ്വാമി അരുളി, നീ ദൃഢഭക്തിയോടെ ഗായത്രി ജപിക്കുന്നു. ആ സാധനയെക്കുറിച്ച് എനിക്കറിയാം. ആ സാധന അതിന്റെ ഫലം തീർച്ചയായും നൽകും. തീർച്ചയായും നിനക്ക് മോക്ഷം ലഭിക്കും. ഉടൻ തൊഴുകയോടെ ശ്രദ്ധാനന്ദ സ്വാമി മാപ്പിരുന്നു. ഭഗവാനെ ക്ഷമിക്കണേ, അവിടുത്തെ തൃക്കൈയിൽ കടന്നു പിടിച്ച അപരാധം പൊറുക്കണേ. വാത്സല്യപൂർവ്വം അദ്ദേഹത്തെ നോക്കി സ്വാമി പറഞ്ഞു, ഞാൻ മറ്റുള്ളവർക്ക് ഈ പെപ്പർമെന്റ് കൊടുക്കട്ടെ. അതിനുശേഷം വിഭൂതി സൃഷ്ടിച്ച് ഭഗവാൻ എല്ലാവർക്കും നൽകി. ശ്രദ്ധാനന്ദയ്ക്ക് നൽകിയില്ല. ഗാധിയെയും സുഹൃത്തുക്കളും ഇതിൽ ഉത്കണ്ഠപ്പെട്ടു. സ്വാമി പറഞ്ഞു, പരിഭ്രമിക്കേണ്ട, ഇന്ന് ഞാൻ ഈ സ്വാമിക്ക് സാക്ഷാത്കാരം നൽകും. അഭിമുഖം കഴിഞ്ഞു. ബാബ ശ്രദ്ധാനന്ദയെ അകത്തെ മുറിയിലേക്ക് വിളിച്ചു. ഭഗവാൻ തന്റെ അങ്കിയുടെ കുടുക്കഴിച്ചു. സന്യാസിയോട് തന്റെ മാറിലേക്ക് നോക്കുവാൻ നിർദ്ദേശിച്ചു. പരിഭ്രമിച്ചു പോയ ശ്രദ്ധാനന്ദ ആ തിരുമാറിൽ തന്റെ മഹാനായ ഗുരുനാഥൻ സ്വാമി നിത്യാനന്ദനെ കണ്ടു. നിറമിഴികളോടെ, വിറയാർന്ന ശരീരത്തോടെ, തികഞ്ഞ ഭക്തിയോടെ ശ്രദ്ധാനന്ദ, ഗുരുദേവ, അവിടുന്ന് ശ്രീ സത്യസായി രൂപം കൊണ്ട് വന്നിരിക്കുന്നുവോ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. എന്നോട് പൊറുക്കൂ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഇത്ര കാലം ഒന്നും ഗ്രഹിക്കാനാവാതെ ഞാൻ അലയുകയായിരുന്നു. എന്റെ എളിയ പ്രണാമം സ്വീകരിച്ചാലും പ്രഭോ, എന്നിൽ കരുണ ചൊരിഞ്ഞാലും. ശ്രദ്ധാനന്ദയെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് ബാബ അരുളി, തെറ്റുകൾ പായുന്ന മേഘങ്ങൾ പോലെ ശ്രദ്ധയോടുകൂടിയ നിന്റെ സാധന ഫലവത്തായി. നിന്നെ ഇവിടെ കൊണ്ടുവരിക എന്നത് എൻ്റെ ഇച്ഛയായിരുന്നു. ഈ ലീലയിൽ ഗാദിയ എൻ്റെ ഒരു ഉപകരണമായി. ഭഗവാൻ തൃക്കരം ചുഴറ്റി ഒരു ലോക്കറ്റ് സൃഷ്ടിച്ചു. അതിൽ വിഷ്ണു ഷൃതിസായിക്കൊപ്പം അവിടുത്തെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിൽ സത്യസായിയുടെയും പ്രേമസായിയുടെയും ചിത്രമുണ്ട്. ബാബ ആ പതക്കം ഡോക്ടർ ഗാദിയെയും ശ്രദ്ധാനന്ദയെയും കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പതക്കം പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ്. ഓം തത് സത്ത്.